ഒരു ഇൻഡസ്ട്രിയൽ ഡയറക്ട് കറന്റ് മോട്ടോർ ഡെഡ് സ്റ്റോപ്പിൽ നിന്നും ഹൈ സ്പീഡിൽ കറങ്ങുന്നത് ഒന്ന് കാണുക. ഇത് കാണാൻ ഒരു പവർഫുൾ ഫോഴ്സ് പോലെ തോന്നാം. പക്ഷെ ആ വലിയ ഇൻഡസ്ട്രിയൽ മെഷീനറിയുടെ എക്സാക്ട് RPM കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിനെ ആശ്രയിച്ചാണ്. ഇതാണ് DC മോട്ടോഴ്സിന്റെ ഗവേണിംഗ് യൂണിവേഴ്സൽ സ്പീഡ് ഇക്വേഷൻ. നമ്മൾ n എന്ന വേരിയബിളിനെ ലെഫ്റ്റ് സൈഡിൽ മാറ്റിവെക്കുന്നു. ഇത് മോട്ടറിന്റെ റോട്ടറിന്റെ ഫിസിക്കൽ സ്പീഡിനെ ആണ് കുറിക്കുന്നത്. റൈറ്റ് സൈഡിൽ V എന്ന വേരിയബിൾ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന ടെർമിനൽ വോൾട്ടേജിനെ ഡിഫൈൻ ചെയ്യുന്നു. അതിൽ നിന്നും നമ്മൾ ഇന്റേണൽ ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് ആയ IARA കോമ്പോണന്റ് സബ്ട്രാക്ട് ചെയ്യുന്നു. പിന്നെ ആ ന്യൂമറേറ്റർ മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഗ്രീക്ക് ലെറ്റർ ആയ phi കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എഞ്ചിനീയേഴ്സിന് ഈ ഇക്വേഷൻ മാനിപ്പുലേറ്റ് ചെയ്യുന്ന മുൻപ് അവർ ബേസ് സ്പീഡിനെ ക്രിട്ടിക്കൽ ത്രെഷോൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സർക്യൂട്ടിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒന്നും ആഡ് ചെയ്യാതെ ഫുൾ റേറ്റഡ് വോൾട്ടേജും ഫുൾ റേറ്റഡ് ഫ്ലക്സും മെഷീനിൽ ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സാക്ട് ഫിസിക്കൽ സ്പീഡാണ് ബേസ് സ്പീഡ്. ഈ ബേസ് ലൈനിൽ നിന്നും മോട്ടോറിന്റെ സ്പീഡ് മാറ്റാൻ എഞ്ചിനീയേഴ്സിന് ഈ 3 വേരിയബിളിൽ ഏതെങ്കിലും ഒന്ന് മാത്തമാറ്റിക്കലി മാറ്റേണ്ടി വരും. റേറ്റഡ് ബേസ് സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ മോട്ടോറിനെ ഓട്ടിക്കുക എന്ന ഒബ്ജക്റ്റോട് കൂടി നമുക്ക് തുടങ്ങാം. ഗവേണിംഗ് ഇക്വേഷന്റെ ഡിനോമിനേറ്ററിലേക്ക് ശ്രദ്ധിക്കുക. സ്പീഡ് കൂട്ടാൻ നമ്മൾ മാത്തമാറ്റിക്കൽ ഫ്ലക്സ് കുറയ്ക്കണം. ഇത് ഒരു സ്ട്രിക്റ്റ് മാത്തമാറ്റിക്കൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഫ്ലക്സ് കുറയുമ്പോൾ ബാക്ക് EMF ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായി സ്പീഡ് കൂടിയേ തീരൂ. ഒരു ഷണ്ട് DC മോട്ടോർ ടോപ്പോളജിക്ക് വേണ്ടി ഇതിന്റെ ഫിസിക്കൽ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് ഫീൽഡ് സർക്യൂട്ടിൽ ആണ്. നമ്മൾ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിനു സീരീസ് ആയി ഒരു വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ റിയോസ്റ്റേറ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. വോൾട്ടേജിനെ ഷണ്ട് എക്സ്റ്റേണൽ റെസിസ്റ്റന്റിന്റെ സം കൊണ്ട് ഡിവൈഡ് ചെയ്ത് പുതിയ റെഡ്യൂസ്ഡ് ഷണ്ട് കറന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആംപിയറേജ് ഡ്രോപ്പ് കാണാം. ഇതിന്റെ ഫിസിക്കൽ കോൺസിക്വൻസ് ഉടനെ തന്നെ ഉണ്ടാകും. സ്റ്റേറ്ററിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻ വീക്ക് ആകും. എഞ്ചിനീയേഴ്സ് ഈ സ്റ്റേറ്റിനെ ഫീൽഡ് വീക്കനിങ് എന്ന് കൃത്യമായി വിളിക്കുന്നു. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ടൈംസ് ആർമേച്ചർ കറന്റ് എന്ന ഫണ്ടമെന്റൽ ടോർക്ക് ഇക്വേഷൻ ഈ ഇക്വേഷന്റെ ഹിഡൻ കോസ്റ്റ് വെളിപ്പെടുത്തുന്നു. ഫ്ലക്സ് കുറയുന്നത് കൊണ്ട് മോട്ടോറിന്റെ റോ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും അതോടൊപ്പം കുറയുന്നു. ഈ സ്പെസിഫിക് ഓപ്പറേഷണൽ എൻവലപ്പിനെ കോൺസ്റ്റന്റ് പവർ വേരിയബിൾ ടോർക്ക് റെജിമി എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ബേസ് സ്പീഡിലും കൂടുതൽ സ്പീഡ് അച്ചീവ് ചെയ്യാൻ എപ്പോഴും മെഷീനിന്റെ റോ ടോർക്ക് കാപ്പബിലിറ്റി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു സീരീസ് DC മോട്ടോർ ടോപ്പോളജിയിലേക്ക് ഫോക്കസ് മാറ്റിയാൽ ഫീൽഡ് കറന്റും മെയിൻ ആർമേച്ചർ കറന്റും ഐഡന്റിക്കൽ ആണ്. ഇവിടെ ഒരു സിമ്പിൾ സീരീസ് റിയോസ്റ്റേറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് പൊട്ടത്തരമാണ്. കാരണം അത് അൺഇന്റൻഷണൽ ആയി മെയിൻ ആർമേച്ചർ കറന്റിനെ ചോക്ക് ചെയ്യും, റോട്ടറിന് പവർ ഇല്ലാത്ത അവസ്ഥ ആക്കും. ഇതിനുള്ള പ്രൈമറി വർക്ക് അറൌണ്ട് ആണ് ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ്. ഈ പാരലൽ കറന്റ് ഡൈവേർഷൻ ആംബറേജിന്റെ ഒരു സ്പെസിഫിക് പോർഷനെ ഫീൽഡ് കോയിൽ എൻറ്റയർലി ബൈപാസ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നു. ഒരു ഓൾട്ടർനേറ്റീവ് കോൺഫിഗറേഷൻ ആണ് ആർമേച്ചർ ഡൈവേർട്ടർ. ഇവിടെ പാരലൽ പാത്ത് ആർമേച്ചറിനു ചുറ്റും റൂട്ട് ചെയ്യുന്നു. കോൺസ്റ്റന്റ് ടോർക്കിൽ വളരെ ലോ സ്പീഡ്സ് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. മൂന്നാമത്തെ ഒരു അപ്രോച്ച് ആണ് ടാപ്ഡ് ഫീൽഡ് മെത്തേഡ്. ഡിഫറെന്റ് ടാപ്പ് പോയിന്റ്സ് ഫിസിക്കൽ ആയി സെലക്ട് ചെയ്യുന്നത് വഴി നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിലെ ടേൺസ് ബൈപാസ് ചെയ്യുന്നു. ഇത് മാത്തമാറ്റിക്കലി ടോട്ടൽ ഫ്ലക്സിനെ കുറയ്ക്കുന്നു. സീരീസ് മോട്ടോഴ്സിന് കൂടുതൽ കോംപ്ലക്സ് ആയ ഫിസിക്കൽ കറന്റ് റൂട്ടിംഗ് ആവശ്യം ആണ്. പക്ഷെ മാത്തമാറ്റിക്കൽ ഗോൾ ഐഡന്റിക്കൽ ആയി തന്നെ സ്പീഡ് കൂട്ടാൻ ഡിനോമിനേറ്റർ ഫ്ലക്സ് കുറയ്ക്കുക. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ് മാറ്റുകയാണ്. റേറ്റഡ് ബേസ് സ്പീഡിന് താഴെ മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ മോട്ടോറിനെ ഫോഴ്സ് ചെയ്യുന്നു. നമ്മുടെ ശ്രദ്ധ മാസ്റ്റർ ഇക്വേഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂമറേറ്റർ കോമ്പോണന്റിലേക്ക് നോക്കാം. ഇത് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. റെസിസ്റ്റൻസ് കൂട്ടുന്നത് ടോട്ടൽ ന്യൂമറേറ്റർ വാല്യൂ കുറയ്ക്കും. ഇത് സ്പീഡിനെ നേരിട്ട് താഴേക്ക് വലിക്കുന്നു. ഈ ഫിസിക്കൽ സർക്യൂട്ട് മോഡിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ എഞ്ചിനീയേഴ്സ് മെയിൻ ആർമേച്ചർ ലൈനിനു സീരീസ് ആയി ഒരു ഹെവി ഡ്യൂട്ടി റിയോസ്റ്റേറ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. ഒരു സിസ്റ്റത്തിൽ 220 വോൾട്ട് ഇൻപുട്ട് ഉണ്ട്. പക്ഷെ പുതിയ റെസിസ്റ്ററിൽ 80 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടായാൽ ആർമേച്ചറിന് വേണ്ടി 140 വോൾട്ട് മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ബാക്ക് EMFന്റെ
ഈ ആർട്ടിഫിഷ്യൽ റെസ്ട്രിക്ഷൻ ആണ് സ്ലോവർ ഫിസിക്കൽ റൊട്ടേഷൻ തീരുമാനിക്കുന്നത്. ടോർക്ക് ഇക്വേഷൻ ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഫീൽഡ് ഫ്ലക്സ് തൊടാതെ ഇരിക്കുന്നത് കൊണ്ട് അത് മാക്സിമത്തിൽ തന്നെ നിൽക്കും. ഇത് സബ് ബേസ് സ്പീഡ് എൻവലപ്പിനെ കോൺസ്റ്റന്റ് ടോർക്ക് വേരിയബിൾ പവർ റെജിമി ആയി ഡിഫൈൻ ചെയ്യുന്നു. പക്ഷേ ഈ മെത്തേഡിൽ ഒരു ക്രിട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഫ്ലോ ഉണ്ട്. തെർമോഡൈനാമിക് ഇൻഎഫിഷ്യൻസി. പവർ ലോസ് ഫോർമുല ആയ I²R വെച്ച് നോക്കുമ്പോൾ ആ വോൾട്ടേജ് ബ്ലെൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടി മാസീവ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് ആയി വേസ്റ്റ് ആകുന്നു. എക്സ്റ്റേണൽ ഹാർഡ്വെയർ ആണ് ഈ ഫിസിക്കൽ പണിഷ്മെന്റ് സഹിക്കുന്നത്. ഇന്റൻസ് തെർമൽ സ്ട്രെസ്സും എക്സ്ട്രീം ഹീറ്റ് ഡിസിപ്പേഷനും കാരണം ഇത് വിസിബിളി ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് കാണാം. ആർമേച്ചർ കൺട്രോൾ ഇലക്ട്രിക്കലി ബിൽഡ് ചെയ്യാൻ സിമ്പിൾ ആണ്. പക്ഷേ ഇതിന്റെ മാസീവ് തെർമോഡൈനാമിക്സ് കോസ്റ്റ് കാരണം കണ്ടിന്യൂസ് ഹെവി ലോഡ്സിന് എക്കണോമിക്കലി അൺവിയബിൾ ആണ്. ലോ സ്പീഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ തെർമൽ ലോസസ് എലിമിനേറ്റ് ചെയ്യാൻ എഞ്ചിനീയേഴ്സിന് റെസിസ്റ്റർ നെറ്റ്വർക്ക് എൻറ്റയർലി ബൈപാസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആവശ്യമാണ്. നമ്മൾ മാസ്റ്റർ ഇക്വേഷനിലേക്ക് തിരിച്ചുപോയി അവസാനം തൊടാത്ത വേരിയബിളിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. ടെർമിനൽ വോൾട്ടേജ്. ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ എഞ്ചിനീയേഴ്സ് വാട്ട് ലിയോണാർഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നു. വേരിയബിൾ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു മൾട്ടി മെഷീൻ മെക്കാനിക്കൽ അറേ ആണിത്. മെഷീൻ 1 അതായത് ഡ്രൈവിംഗ് മോട്ടോർ സിസ്റ്റത്തിനു പവർ നൽകാൻ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ കറങ്ങുന്നു. മെഷീൻ 2 DC ജനറേറ്റർ. ടാർഗറ്റ് DC മോട്ടറുള്ള ഡയറക്ട് പവർ സപ്ലൈ ആയി ആക്ട് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് ചെയ്യുന്നു. ജനറേറ്ററിലെ ഒരു ചെറിയ ഫീൽഡ് കറന്റ് മാത്രം മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് മോട്ടറിലേക്ക് അയക്കുന്ന മാസീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസിലി എഫിഷ്യന്റ്ലി ഓൾട്ടർ ചെയ്യാൻ കഴിയും. ഇതിന്റെ ഫലമായി കിട്ടുന്ന ഓപ്പറേഷണൽ എൻവലപ്പ് 0 മുതൽ ബേസ് സ്പീഡ് വരെ അൾട്രാ സ്മൂത്ത് കൺട്രോൾ നൽകുന്നു. കൂടുതൽ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നത് വഴി ബൈഡയറക്ഷണൽ കപ്പാസിറ്റിയും അലോ ചെയ്യുന്നു. ഇതിന്റെ ഫിസിക്കൽ ഫുട്പ്രിന്റ് വളരെ വലുതാണ്. വാട്ട് ലിയോണാർഡ് സിസ്റ്റം പെർഫെക്റ്റ് എഫിഷ്യൻസിയും കൺട്രോളും അച്ചീവ് ചെയ്യുന്നു. പക്ഷേ 3 സെപ്പറേറ്റ് ഹെവി മെഷീൻസിന്റെ എക്സ് ഓർബിറ്റന്റ് ക്യാപിറ്റൽ കോസ്റ്റിലാണ് ഇത് സാധ്യമാകുന്നത്. ഒരു DC മോട്ടോറിന്റെ കംപ്ലീറ്റ് ലൈൻസ് മാപ്പ് ചെയ്യാൻ നമ്മൾ ഫിസിക്കൽ സർക്യൂട്ടിൽ നിന്നും പെർഫോമൻസ് ലിമിറ്റ്സിന്റെ ഒരു മാക്രോ എഞ്ചിനീയറിംഗ് വ്യൂവിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നു. ഇത് കംപ്ലീറ്റ് ഓപ്പറേറ്റിംഗ് എൻവലപ്പ് പ്ലോട്ട് ചെയ്യുന്ന ഒരു കാർട്ടീഷ്യൻ ഗ്രാഫ് ആണ്. നമ്മൾ Y ആക്സിസിൽ സ്പീഡും X ആക്സിസിൽ ടോർക്കും പ്ലേസ് ചെയ്യുന്നു. ഒരു സോളിഡ് ഹൊറിസോണ്ടൽ ബൗണ്ടറി ലൈൻ ഗ്രാഫിൽ കൂടി പോകുന്നു. ഇത് ബേസ് സ്പീഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ലൈനിന് താഴെ ആയി നമ്മൾ ഒരു റിജിഡ് വെർട്ടിക്കൽ ബൗണ്ടറി പ്ലോട്ട് ചെയ്യുന്നു. ഇത് ആർമേച്ചർ കൺട്രോളിന്റെ കോൺസ്റ്റന്റ് ടോർക്ക് റെജിമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ലൈനിന് മുകളിൽ നമ്മൾ ഒരു സ്വീപ്പിംഗ് അസിംപ്ടോട്ടിക് കർവ് പ്ലോട്ട് ചെയ്യുന്നു. ഇത് ഫ്ലക്സ് കൺട്രോളിന്റെ കോൺസ്റ്റന്റ് പവർ റെജിമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. DC മെഷീൻസും ആയി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഡെഫിനിറ്റീവ് റൂൾ ഈ മാപ്പ് ഔട്ട്ലൈൻ ചെയ്യുന്നു. സ്റ്റെപ്പ് 1. മെഷീനിന്റെ ഗിവൺ ബേസ് സ്പീഡും ആയി റിലേറ്റീവ് ആയ ടാർഗറ്റ് സ്പീഡ് ഉടനെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റെപ്പ് 2. നിങ്ങളുടെ കൺട്രോൾ മെത്തേഡ് ഡെഫിനിറ്റീവ്ലി സെലക്ട് ചെയ്യാൻ ഈ ബൗണ്ടറി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ബേസിന് താഴെയുള്ള സ്പീഡാണ് വേണ്ടതെങ്കിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് മാനിപ്പുലേറ്റ് ചെയ്യുക. മുകളിലുള്ള സ്പീഡാണ് വേണ്ടതെങ്കിൽ ഫീൽഡ് ഫ്ലക്സ് മാനിപ്പുലേറ്റ് ചെയ്യുക. ഈ ഫിസിക്കൽ റിയോസ്റ്റാറ്റ്സിനെ ഒക്കെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ഇപ്പോൾ വലിയ രീതിയിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗവേണിംഗ് ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്. മോഡേൺ പവർ ഇലക്ട്രോണിക്സ് ടോർക്കും സ്പീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ഇതുപോലെയുള്ള ഫണ്ടമെന്റൽ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രിൻസിപ്പിൾ ആണ് ഇപ്പോഴും തീരുമാനിക്കുന്നത്. താങ്ക് യു.